Dear students, we begin our lectures on Mechanics 1. In this video, I will be discussing the Unit 1 of your syllabus, in which we will be discussing the foundations of classical mechanics. ഈ ഒരു യൂണിറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷനൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പിയ എന്നുള്ളൊരു ബുക്കിലാണ്. അത് ഇറങ്ങിയിട്ടിപ്പം ഈ വർഷത്തിലാണ് ഇറങ്ങിയത്, 1687, ഒരുപാട് നാളായി. ഓക്കെ, അപ്പം ഈ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായിട്ട് വരുന്നത് ഫോഴ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂട്ടൺസ് ലോ അതിനോട് തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫോർമുലേഷൻ, അതായത് വേറൊരു തരത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ഫോർമുലേഷനാണ് ലഗ്രാഞ്ചിയൻ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോർമുലിസത്തിൽ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പ്രധാനമായും പറയുന്നത് ഈ രണ്ട് ഫോർമുലേഷനാണ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സും അതുപോലെ തന്നെ ലഗ്രാഞ്ചിയൻ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ മെക്കാനിക്സും അല്ലെങ്കിൽ ഫോർമുലിസം ആണ്. അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വാലിഡ് അല്ലാത്ത ഫിസിക്സിൻ്റെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒന്ന്, സിസ്റ്റംസ് മൂവിങ് വിത്ത് സ്പീഡ് കമ്പയറബിൾ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് കമ്പയറബിൾ ആയിട്ടുള്ള വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന സിസ്റ്റംസ്, ഇപ്പോൾ പാർട്ടിക്കിൾസ് ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഈ സ്പീഡിൽ അല്ലെങ്കിൽ അതിന് കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ പ്രധാനമായിട്ടും റിലേറ്റിവിസ്റ്റിക് എഫക്ട്സ് വരാനുള്ള സാധ്യതയല്ല, റിലേറ്റിവിസ്റ്റിക് എഫക്ട്സ് എന്തായാലും നമുക്ക് കാണപ്പെടും. അപ്പം അങ്ങനത്തെ കേസസിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഫെയിലാവും. അപ്പോഴാണ് നമുക്ക് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ വെച്ചിട്ട് ഇത് പഠിക്കേണ്ട ഒരവസ്ഥ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് സിസ്റ്റം വിത്ത് ആറ്റോമിക് ഡയമെൻഷൻസ് ഓർ ലോവർ. അതായത് ആറ്റത്തിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ചിട്ട്, അതായത് ന്യൂട്ടൺസ് ലോസ് വെച്ചിട്ട് നമുക്കൊരു ആറ്റത്തിൻ്റെ ചലനം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയും അതായത് ഡയമെൻഷൻസ് വളരെ കുറവാകുന്ന സമയത്ത്, നമ്മൾ പഠിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഡയമെൻഷൻസ് കുറവാകുന്ന സമയത്ത്, അപ്പോൾ ആറ്റംസോ അല്ലെങ്കിൽ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ മോളിക്യൂൾസൊക്കെ വരുന്ന സമയത്ത് അവിടെയും ന്യൂട്ടൺസ് ലോ ഫെയിലായി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എഫക്ട്സ്, അതായത് ലോവർ ഡയമെൻഷൻസിലുള്ള എഫക്ട്സിനെ നമ്മൾ സാധാരണ പറയുന്നത് ക്വാണ്ടം എഫക്ട്സ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ റിലേറ്റിവിസ്റ്റിക് എഫക്ട്സ് വരുന്ന സമയത്തും ക്വാണ്ടം എഫക്ട്സ് വരുന്ന സമയത്തും ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ ഫെയിലിയർ വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക്കൽ കൺസെപ്റ്റായിട്ടുള്ള സ്പേസ്, ടൈം, അതുപോലെ മെഷർമെൻറ്റ് എന്നീ കൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നതിലുള്ള ലിമിറ്റേഷനാണ്. സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനം, ടൈം എന്ന് പറഞ്ഞാൽ സമയം, മെഷർമെൻറ്റ്, ഇപ്പോൾ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത്, അപ്പം ലോവർ ഡയമെൻഷനിലൊക്കെ ഉള്ള സിസ്റ്റത്തിന് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഉള്ള കോംപ്ലിക്കേഷൻസാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിക്കാനുള്ള ഒരു ലിമിറ്റേഷനായിട്ട് വരുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ രണ്ട് ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ന്യൂട്ടൺസ് ലോ വാലിഡ് ആവുന്ന റെജീംസ് ഉണ്ട്, അതായത് വാലിഡ് ആവുന്ന ഏരിയാസ് ഉണ്ട്. അങ്ങനെ വാലിഡ് ആവുന്ന കേസസിൽ ഇറ്റ് ഈസ് സ്റ്റണ്ണിങ്ലി സക്സസ്ഫുൾ, അതായത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഇപ്പോൾ വാലിഡ് ആവുന്ന സമയത്ത് അത് അമേസിങ് റിസൾട്ട്സ് അല്ലെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് തരുന്നത്. പക്ഷേ അതിന് വാലിഡ് അല്ലാത്ത റീജിയൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട തിയറീസ് എന്തെങ്കിലും വേണ്ടി വരും. ഇപ്പോൾ റിലേറ്റിവിസ്റ്റിക് ആണെങ്കിൽ ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി അല്ലെങ്കിൽ ജനറൽ തിയറി ആവശ്യം വരും. അതുപോലെ ക്വാണ്ടം എഫക്ട്സ് ആണെങ്കിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് വേണം അത് സ്റ്റഡി ചെയ്യാൻ. പക്ഷേ ഒന്നുകൂടി പറയുന്നത്, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വാലിഡ് ആവുന്ന റെജീംസിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഓക്കെ,
ഇനി നിങ്ങൾ ഇനി മുന്നോട്ട് പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണുന്ന രണ്ട് വേർഡ്സാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സും അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സും. ഈ രണ്ട് വേർഡ്സ് നിങ്ങൾ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നതാണ്. അതായത് ഒന്ന് ഏകദേശം മറ്റൊന്നിന് ഈക്വലൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻസ് വരും. അതിനോടൊപ്പം തന്നെ മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോഡൈനാമിക്സ് ഉപയോഗിക്കുന്ന തിയറി, അതായത് മാക്സ്വെൽ തിയറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ള തിയറി കൂടി ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻസ് മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. അവിടെ ഇലക്ട്രോ മാഗ്നറ്റിസം, മാക്സ്വെൽസ് തിയറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിസം വരുന്നില്ല. അപ്പം ആ ഒരു ഡീവിയേഷനാണ്. അപ്പോൾ മോർ ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് നമുക്ക് കേൾക്കുന്ന വേറൊരു വേർഡാണ് മോഡേൺ ഫിസിക്സ് എന്നുള്ള വേർഡ്. അപ്പോൾ മോഡേൺ ഫിസിക്സ് എന്നുള്ള വേർഡ് നമ്മൾ പറഞ്ഞു ന്യൂട്ടൻ്റെ രണ്ട് ലിമിറ്റേഷൻസ് ആണ്. എന്ത് റിലേറ്റിവിസ്റ്റിക് കേസിലും ക്വാണ്ടം മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ ക്വാണ്ടം സിസ്റ്റത്തിൻ്റെ കേസിലും അത് വാലിഡ് ആവില്ല. അപ്പം അങ്ങനെയുള്ള സിസ്റ്റത്തിൽ, അതായത് ആ ഒരു റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള എഫക്ട്സും ക്വാണ്ടം മെക്കാനിക്സും അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഫിസിക്സിൻ്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് മോഡേൺ ഫിസിക്സ് എന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ലോസും കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പം ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന് 2 സ്റ്റേറ്റ് പോസിബിളാണ്. ഒന്ന് അത് നിശ്ചലാവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത് അതൊരു യൂണിഫോം മോഷൻ എന്നുള്ള അവസ്ഥയിലായിരിക്കും. അതൊരു യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. 2 അവസ്ഥകളാണുള്ളത്. ആ അവസ്ഥയിൽ നിന്ന് ചേഞ്ച് ഉണ്ടാകുന്നത് എപ്പോൾ മാത്രമാണ്? അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് പുറമേ നിന്നുള്ള ഒരു ഫോഴ്സ് അതിൽ പ്രയോഗിക്കപ്പെട്ടാൽ മാത്രമേ ഒരു വസ്തുവിന് അതിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അത് ഏതവസ്ഥയായാലും, റെസ്റ്റ്, അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു മൂവ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു ഫോഴ്സ് കൊടുക്കണം. അല്ല എങ്കിൽ ഒരു ചലനാവസ്ഥയിലുള്ള യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിലും നമുക്ക് ഒരു ഫോഴ്സ് കൊടുക്കണം. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പം ഒരു ഫുട്ബോൾ ഒരാൾ കിക്ക് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ഉരുണ്ടു പോവും. ആ ഫുട്ബോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ്, അല്ലേ? അതിന് ഓപ്പോസിറ്റ് ബോൾ വരുന്ന സമയത്ത് കാലുകൊണ്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ആ ബോൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ, അല്ല? അപ്പോൾ ആ ഉരുണ്ട് വരുന്ന ആ ബോൾ അതിൻ്റെ യൂണിഫോം മോഷൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി നിശ്ചലാവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫോഴ്സ് കൊടുത്തു. അതുപോലെ തന്നെ നിശ്ചലാവസ്ഥയിൽ വെച്ചിരിക്കുന്ന ഒരു ബോൾ മൂവ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കിക്ക് ഇറ്റ്, അല്ല? ആ ഒരു കിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ലോ നമുക്കത് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഫുട്ബോളിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ബോൾ കിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിശ്ചലാവസ്ഥയിലിരുന്ന ബോൾ കിക്ക് ചെയ്തപ്പോൾ അത് ഉരുണ്ട് തുടങ്ങി, അത് മൂവ് ചെയ്യാൻ തുടങ്ങി, ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്തു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേറെ ആളൊന്നും ഇല്ലെങ്കിലും പോലും കുറച്ച് കഴിയുന്ന സമയത്ത് ബോൾ സ്റ്റോപ്പ് ചെയ്യും, അല്ല? അതെന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഈ ലോ പ്രകാരം സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാര്യം നമ്മൾ കിക്ക് ചെയ്തു, ഒരു യൂണിഫോം മോഷനിലുള്ള ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം, അത് മസ്റ്റാണ്, അല്ല? അപ്പോൾ ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ബോൾ കിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തില്ല എങ്കിൽ പോലും അത് സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാം, അല്ലേ? പക്ഷേ അവിടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ് ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ന്യൂട്ടൺസ് ലോ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഐഡിയൽ കണ്ടീഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല, ഗ്രാവിറ്റി ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനത്തെ എഫക്ട്സുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ലോ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ എന്നല്ല, ഈ രണ്ട് എഫക്ട്സ്, അതായത് ഗ്രാവിറ്റി ഉണ്ടാകാൻ പാടില്ല, ഫ്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല, മറ്റുള്ള ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഫോഴ്സസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രമേ ഈ ലോ നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് രണ്ട് തരത്തിൽ അത് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഒരു സ്പേസ് സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യാം, വളരെ ഗ്രാവിറ്റി ഒന്നും ഇല്ലാത്തത് ഉപയോഗിച്ചുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഫ്രിക്ഷനും വളരെ കുറവായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വേണമെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാം. വേറെ ഒരു പോസിബിലിറ്റി, ഒരു എക്സ്പെരിമെൻ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ എയർ ട്രാക്കിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പിക്ചറിൽ. അപ്പോൾ അതിലൊരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു റൈഡർ ഉണ്ട്. എന്നിട്ട് അതൊരു ട്രാക്കിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. ഈ ട്രാക്കിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിലൂടെ അതുപോലെ ഇവിടെ ഒരു നോബുണ്ട്. ആ നോബിലൂടെ കംപ്രസ്ഡ് എയറാണ് ഇതിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. ഈ കംപ്രസ്ഡ് എയർ ഈ ഹോൾസിലൂടെ പുറത്തോട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ റൈഡറും ഈ ട്രാക്കും തമ്മിലുള്ള ഗ്യാപ്പ് എയർ കൊണ്ട് ഫില്ല് ചെയ്യും. അപ്പം ഇത് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഇത് കാരണമാകും. ഓക്കെ. അപ്പോൾ റൈഡർ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ആ അവസ്ഥയിൽ തന്നെ എപ്പോഴും ഇരിക്കും. ഇനി റൈഡറിന് നമുക്ക് ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യാൻ തുടങ്ങിയാലോ, ഈ റൈഡർ ഈ ട്രാക്കിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനൊന്നാമത് കാരണം ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കംപ്രസ്ഡ് എയർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രിക്ഷൻ വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ലോ വെരിഫൈ ചെയ്യാം. ഓക്കെ. ഇനി ഈ റൈഡറിൻ്റെ ചലനം പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം, അല്ലേ? ഇപ്പോൾ റൈഡറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഇത്ര ദൂരം അകലത്തിലാണ്, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് ട്രാക്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ നമുക്കുള്ള ഫ്രീഡം ഉണ്ട്. ഏത് തരത്തിൽ വേണമെങ്കിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാം. പലതരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. ഓക്കെ. ഇതൊക്കെ എപ്പോൾ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോബ്ലത്തിൻ്റെ സിമെട്രിക് അനുസരിച്ചാണ് നമ്മൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലത്തിൽ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന് XY Z ആക്സിസ് ഉണ്ടാവും, അല്ലേ? അതിനൊരു ഒറിജിൻ ഉണ്ടാവും. ഒറിജിൻ എവിടെയാണ്? അപ്പോൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ എൻഡിൽ ഞാൻ അതിൻ്റെ ഒറിജിൻ കൺസ്ട്രക്ട് ചെയ്യും. ഈ ആക്സിസ് X ആക്സിസ് ആയിട്ട് എടുക്കും, ഈ ട്രാക്കിൻ്റെ ഈ ആക്സിസ്. അതുപോലെ ഈ ആക്സിസ് Y, മേലേക്കുള്ളത് Z ആക്സിസ് ആയിട്ട് എടുക്കും. അപ്പോൾ X ആക്സിസിൽ ഈ റൈഡർ മൂവ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് പഠിക്കാൻ സാധിക്കും.